ഹായ് നമസ്കാരം. യുകെയിൽ നിങ്ങളുടെ കാറ് മോഷണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നും, നമ്മളെല്ലാവരും സാധാരണ എടുക്കാറുള്ള ഇൻഷുറൻസ് വെച്ചിട്ട് കാറിന്റെ ഫുൾ എമൗണ്ട് തിരിച്ച് കിട്ടുമോ? അല്ലെങ്കിൽ ഗ്യാപ്പ് ഇൻഷുറൻസ് പോലുള്ള വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ടോ? കാർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. കഴിഞ്ഞ ഏപ്രിൽ 19-ാം തീയതിയാണ് എൻ്റെ കാറ് ലണ്ടനിലെ ഹെയ്സിൽ വെച്ചിട്ട് മോഷണം പോകുന്നത്. ഞാൻ ആക്ച്വലി നാട്ടിലായിരുന്നു. ഞാൻ ഏപ്രിൽ 2-ാം തീയതിയാണ് നാട്ടിലേക്ക് പോയത്. ഈസ്റ്ററിൻ്റെ അന്നാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇത് നടക്കുന്നത് ഈസ്റ്ററിൻ്റെ തലേദിവസം ശനിയാഴ്ച വെളുപ്പിന് 3:48-നാണ് നടക്കുന്നത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് മെഴ്സിഡസ് ബെൻസിൻ്റെ GLS എന്ന് പറയുന്ന ഒരു 7 സീറ്ററാണ്. അത്യാവശ്യം പ്രീമിയം വണ്ടിയാണ്. അപ്പോൾ ബെൻസിൻ്റെ ആപ്ലിക്കേഷൻസ് എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അതിനകത്ത് ഓൾറെഡി ട്രാക്കർ ഉള്ളതാണ്. എവിടെയാണ് വണ്ടി എന്നുള്ളതും എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. കൂടാതെ ഞാൻ ആപ്പിൾ ടാഗ് വണ്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിരുന്നില്ല. അവർ 348 വന്നു. 349 വണ്ടി എടുത്തിട്ട് പോയി. വിത്തിൻ 1 മിനിറ്റിലാണ് വണ്ടി പോയത്. എൻ്റെ സുഹൃത്ത് രാവിലെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ വണ്ടി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കൂ. പുള്ളി പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ചപ്പോഴത്തേക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്ത് വണ്ടിയാണ്, രജിസ്ട്രേഷൻ ഏതാണ്, എത്ര മണിക്കാണ് സംഭവം, താക്കോല് വീടിൻ്റെ ഉള്ളിലായിരുന്നു, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പം പുള്ളി എൻ്റെ ഡീറ്റെയിൽസും എല്ലാം വെച്ച് ക്രൈം റെഫറൻസ് നമ്പറും അയച്ചു തന്നു. ആപ്പിൾ ടാഗ് ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ നോക്കിയായിരുന്നു. ലൊക്കേഷൻ നോക്കി ഞാൻ നാട്ടിൽ നോക്കിയപ്പോഴത്തേക്കും ഇതൊരു 45 മിനിറ്റ്സ് അപ്പുറത്ത്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് ദൂരയിൽ ഒരു സ്ഥലത്ത് ആണ് ലൊക്കേറ്റ് ചെയ്തത്. ഞാനത് ഗൂഗിളിൽ നോക്കി വന്നപ്പോഴത്തേക്ക് ഇതൊരു കാർ ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. ഞാനപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു. അവിടെ ഉള്ള സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു പല പല ലൊക്കേഷനിൽ നിന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് ലോക്ക്ഡ് ആയിരുന്നു. അപ്പം ഇതിനിടയിൽ ഞാൻ എനിക്ക് കുറച്ച് പോലീസിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ലണ്ടനിൽ വെച്ച് നടക്കുന്ന ക്രൈമുകൾക്ക് മെറ്റ് പോലീസാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഇത് 45 മിനിറ്റ്സ് കഴിഞ്ഞ് ദൂരമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഹെഡ്ഫോർഡ്ഷെയറിലാണ്. ഹെഡ്ഫോർഡ്ഷെയർ പോലീസിനെ വിളിച്ചു. അവർ വന്നു. ലോജിസ്റ്റിക്സ് കമ്പനിയുടെ ആൾക്കാരെ വിളിച്ച് വരുത്തി. അത് ഓപ്പൺ ചെയ്ത് അവരുടെ CCTV എല്ലാം നോക്കി. CCTV ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ വണ്ടിയൊന്നുമില്ല, നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് കമ്പനീനെ ഇതിൻ്റെ ഇടയിൽ ഓൾറെഡി ഞാൻ ഇൻഷുറൻസ് കമ്പനീനെ ഇൻഫോം ചെയ്തായിരുന്നു. DVLനെ വിളിക്കാൻ ശ്രമിച്ചു. അത് സാറ്റർഡേ കാരണം കിട്ടിയില്ല. സൺഡേയും കിട്ടിയില്ല. സൺഡേ ഞാൻ തിരിച്ച് UKക്ക് വന്നായിരുന്നു. ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ചപ്പോഴത്തേക്ക് അവരെൻ്റെ അടുത്ത് CCTV വിഷ്വൽസ് ഉണ്ടോ, കീ കാര്യങ്ങൾ, Wi-Fi കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വന്നതാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് അത് പോയത് എന്നുള്ളതെല്ലാം പറഞ്ഞു. അപ്പം അവരെൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഏറ്റവും അവസാനം വണ്ടി എടുത്തത് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏപ്രിൽ 2-ാം തീയതിയാണ് വണ്ടി എടുത്തത്. വണ്ടി കൊണ്ടുപോയി ഇട്ടത് ഞാൻ തന്നെയാണ് കൊണ്ടുപോയിട്ടത്. പക്ഷേ 19-ാം തീയതിയാണ് ഇത് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് അടുത്ത പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർ കാറിൻ്റെ വാല്യൂഷൻ കാര്യങ്ങളെല്ലാം നോക്കും. നോക്കിയിട്ട് നമുക്ക് എമൗണ്ട് തരും. ഫുൾ എമൗണ്ട് തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഫുൾ എമൗണ്ട് തരത്തില്ല. കാറിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണോ, 2 കൊല്ലം പഴക്കമുള്ള വണ്ടിയായിരുന്നു, ആ എമൗണ്ട് നോക്കിയിട്ടാണ് അവർ തരിക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാറിൻ്റെ ഉള്ളിൽ കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അതായിട്ട് ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, 2 പിള്ളേരുടെയും ജാക്കറ്റ്സ് ഉണ്ടായിരുന്നു, എൻ്റെ ജാക്കറ്റ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു നിങ്ങളുടെ വണ്ടിയുടെ ഉള്ളിലുള്ള സാധനങ്ങൾക്ക് മൊത്തത്തിൽ ഒരു 300 പൗണ്ട്സ് നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലെയിം ചെയ്യാം, അത് ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അത് വേണം. പിന്നെ കൂടാതെ ഞാൻ ലണ്ടനിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയത് ഒരു ടാക്സി വിളിച്ചിട്ടാണ്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു അവർക്ക് അതിൻ്റെ ബില്ല് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്താണ് ഇത് ചെയ്തത്, ബില്ലൊന്നും ഇല്ല, പക്ഷേ ഞാൻ അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തതിൻ്റെ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ ഇവരെല്ലാത്തിനും ബില്ലുകളും ഇതെല്ലാം ചോദിക്കുന്നുണ്ട്, എവിഡൻസ് ചോദിക്കുന്നുണ്ട്. അത് വെച്ച് കൊടുത്തെങ്കിൽ അവർ പറഞ്ഞത് തരാം എന്ന് പറഞ്ഞു. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ അവരോട് അപ്ഡേറ്റ് എന്താണെന്നുള്ളത് ചോദിക്കുമായിരുന്നു. കാരണം പ്രോസസ്സ് നമ്മൾ പുറകെ നടന്നാലാണ് അത് ഫാസ്റ്റ് ആവുള്ളൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത്. കൂടാതെ വണ്ടി ഇല്ലാത്തത് കൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ അഡ്മിറലായിരുന്നു എൻ്റെ ഇൻഷുറൻസ് കമ്പനി. അപ്പം അവർ പറഞ്ഞു അതൊരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂഷൻ കാര്യങ്ങളെല്ലാം എടുക്കും, എന്നിട്ട് അതിനനുസരിച്ച് അവർ തരുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് പൈസ തരിക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ അവർ ഇത് ചെയ്തത് ഡിപ്രീസിയേഷൻ വാല്യൂ കഴിഞ്ഞിട്ട് വണ്ടിയുടെ വിലയുടെ 70% ആണ് എനിക്ക് വാല്യൂഷൻ ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് അവരോട് പറഞ്ഞു എൻ്റെ വണ്ടിക്ക് അതിനേക്കാളും കൂടുതൽ വാല്യൂ ഉണ്ട്. കാരണം വണ്ടിയിലെ എൻ്റർടൈൻമെൻറ്റ് സ്ക്രീൻസും കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്ട്രാ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ സർവീസ് കാര്യങ്ങളെല്ലാം ബെൻസിൽ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതെനിക്ക് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ വാല്യൂ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവർ വണ്ടിയുടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ അതെല്ലാം ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് അവർ നോക്കിയിട്ട് ഓക്കെ നിങ്ങൾക്ക് 72% തരാം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ബാക്കി
28% നമുക്ക് നഷ്ടമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ഗ്യാപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഗ്യാപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ഇപ്പം ആഹ്, ഇപ്പൊ എന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 72% ആണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് കഴിഞ്ഞിട്ടുള്ള ഇതെനിക്ക് കിട്ടുന്നത്. ബാക്കി 28% ഗ്യാപ്പ് ഇൻഷുറൻസുകാരാണ് പേ ചെയ്യുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു 10,000ന്റെ വണ്ടി എടുക്കുന്നു. നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ അതൊരു 8,000 ആവുന്നു എന്ന് വിചാരിക്കാം. ആ 8,000 ആവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ മോഷണമോ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ എടുക്കുന്ന അഡ്മിറൽ പോലുള്ള ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് 8,000 തരുള്ളൂ. ഗ്യാപ്പ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ബാക്കി £2,000 ഈ ഗ്യാപ്പ് ഇൻഷുറൻസുകാരാ തരിക. അപ്പോൾ പ്രീമിയം വണ്ടികളുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഹൈലി റെക്കമെൻഡഡ് ടു ടേക്ക് ഗ്യാപ്പ് ഇൻഷുറൻസ്. ഇതിന് ഒത്തിരി പൈസ ആവോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൈസയൊന്നും ആവില്ല. നമ്മൾ സാധാരണ എടുക്കുന്ന ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസിന് ഇപ്പോൾ ഒരു 800 to 1,500 ഒക്കെയാണ് പല ലൊക്കേഷനും വണ്ടിയുടെ വിലയൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്ക് ആവുക ആനുവലി. ഗ്യാപ്പ് ഇൻഷുറൻസിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ഇയർ 3 ഇയർ ഒക്കെ എടുക്കാം. ഞാൻ 2 ഇയറിന്റെ ഗ്യാപ്പ് ഇൻഷുറൻസ് ആണ് എടുത്തത്. ഈ 2 ഇയറിന് വേണ്ടിയിട്ട് എനിക്ക് ആകെ ചിലവായത് എനിക്ക് തോന്നുന്നു £200 അടുപ്പിച്ചേ ആയുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. പക്ഷെ അത് ഞാൻ എടുത്ത് വെച്ചത് കൊണ്ടിട്ട് ബാക്കി 28% അവരെനിക്ക് തന്നു. ആഹ്, ഇത് ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2018 എനിക്ക് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആ സമയത്ത് ചോദിച്ച് മനസ്സിലാക്കിയതാണ് കാര്യങ്ങളെല്ലാം. ഓക്കെ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ് മോഷണം പോവാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പം മോഷണം പോവാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറേ പേരോട് സംസാരിച്ചു. കുറേ പേരുടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അറിയാവുന്ന ഒരാളുടെ വണ്ടി പെട്രോൾ അടിക്കാൻ പോയിട്ട് ലോക്ക് ചെയ്യാതെ വന്നപ്പോഴത്തേക്കും എടുത്തിട്ട് പോയി. പിന്നെ വേറൊരു സുഹൃത്തിൻ്റെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്ററിൽ ഈ പറഞ്ഞ പോലെ ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഓൺ ചെയ്ത് വിടില്ലേ, അങ്ങനെ ഇട്ടിട്ട് വീടിൻ്റെ അകത്തേക്ക് പോയപ്പോഴത്തേക്കും എടുത്തിട്ട് പോയി. അപ്പം ഞാൻ മൊത്തത്തിൽ ഇതിനെ പറ്റിയിട്ടൊന്ന് നോക്കിയപ്പോഴത്തേക്കും UK-ൽ എവരി 4 മിനിറ്റ്സിൽ ഒരു കാർ പോകുന്നുണ്ട്. 1 മണിക്കൂറിൽ ഏകദേശം ഒരു 15 കാർ വെച്ച് പോകുന്നുണ്ട്. ഒരു വലിയൊരു എന്താ പറയാ, ഒരു ഓർഗനൈസ്ഡ് ക്രൈം ഇതിന്റെ പുറകിലുണ്ട്. പോലീസ് സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് UK പോലീസ് എന്താ മനുഷ്യജീവന് ആപത്ത് വരുന്ന അല്ലെങ്കിൽ മനുഷ്യജീവന് ഹേർട്ടാവുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അവർ ലീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ അത്ര കാര്യമായിട്ട് എടുക്കില്ല. അവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തോളൂ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ സ്റ്റിയറിംഗ് ലോക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗ് ലോക്ക്. ഇതിങ്ങനെ എന്താ പറയുക, നമ്മുടെ സ്റ്റിയറിംഗിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോക്കാണ്. നമ്മൾ സ്റ്റിയറിംഗ് ലോക്ക് വാങ്ങിച്ച് വെക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഈ ലോക്ക് ഊരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇരുന്നോളും. ഇതിനകത്ത് അലാമൊക്കെ ഉള്ളതാണ്. അത് ഹാൽഫോർട്സിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 39 പൗണ്ടാണ് അയക്കണത്. പിന്നെ ഒരു ഫാരഡേ പൗച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പൗച്ച് ഉണ്ട്. ഈ പൗച്ച് ആക്ച്വലി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, വണ്ടി പോകുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. ഈ പൗച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പൗച്ച്. അപ്പം ഒക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഈ ഈ കള്ളന്മാര് ഇതിന്റെ ഒരു കീ ഡിറ്റക്ഷൻ എന്തോ സംഭവം വെച്ചിട്ടാണ് കാർ ഓപ്പൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് വാങ്ങിച്ചാൽ നല്ലതായിരിക്കുള്ളൂ. കാരണം ഇപ്പോൾ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ കാറിൽ കയറിയിട്ട്, എൻ്റെ വണ്ടി കീലെസ് ആണ്, കാറിൽ കയറിയിട്ട് വണ്ടി ഓണാക്കാൻ ശ്രമിച്ചാലും കീ ഡിറ്റക്റ്റ് ആവില്ല. അപ്പോൾ അതെന്തോ എന്തോ ഒരു മെറ്റീരിയൽ, സ്പെഷ്യൽ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം സ്റ്റിയറിംഗ് ലോക്ക് വാങ്ങാം, ഫാരഡേ പൗച്ച് വാങ്ങാം. പിന്നെ ഞാൻ ആക്ച്വലി ക്ലച്ചിൻ്റെ ഒരു ലോക്കുണ്ട്, അത് ഞാൻ വാങ്ങിച്ചായിരുന്നു. അതുകൊണ്ട് അത് ആമസോണിൽ 17 പൗണ്ടിനൊക്കെ കിട്ടും. പിന്നെ കുറച്ചുകൂടി പ്രീമിയം വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെ ഗോസ്റ്റ് ഇമ്മൊബിലൈസർ എന്ന് പറയാം. നമ്മുടെ സ്റ്റിയറിംഗിലുള്ള നമ്പേഴ്സും കാര്യങ്ങളും നമ്മളുടെ കീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഒരു ലോക്ക് ഒരു സംഭവം അവർ സെറ്റ് ചെയ്ത് തരുന്നതിനാണ് ഗോസ്റ്റ് ഇമ്മൊബിലൈസർ. അതിന് ഏകദേശം ഒരു 500 പൗണ്ടൊക്കെയാണ് ആവുക. അപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആയതുകൊണ്ടിട്ട് വളരെ പെട്ടെന്നാണ് കാറുകളെല്ലാം പോകുന്നത്. ഓക്കെ. വേറെ ഒന്ന് രണ്ട് കാര്യം വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് കമ്പനിയിൽ ഞാൻ എൻ്റെ 2 കീയും അയച്ചു കൊടുത്തു. ഒപ്പം എൻ്റെ V5 വണ്ടിയുടെ രജിസ്ട്രേഷൻ ബുക്കും ഞാൻ അയച്ചു കൊടുത്തു. അതിനുശേഷമാണ് അവർ ഫണ്ട് കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്തത്. പിന്നെ എനിക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ നമ്പറായിരുന്നു. അത് ഞാൻ DVLA പറഞ്ഞപ്പോഴത്തേക്കും DVLA എനിക്കൊരു റിട്ടൻഷൻ ഡോക്യുമെൻ്റ് അയച്ചു തന്നു. അത് 6 മാസത്തേക്ക് എനിക്ക് പുതിയ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. 6 മാസം കഴിയുമ്പോൾ എനിക്ക് വേറെ വണ്ടിയിൽ ഉപയോഗിക്കാം. ഇത് ഞാൻ പറഞ്ഞത് ചില നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രൈവറ്റ് വണ്ടി പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ റീറ്റെയിൻ ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഗ്യാപ്പ് ഇൻഷുറൻസ് എങ്ങനെയാണ് എടുക്കുന്നത്, എന്താണ് സംഭവം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് ഇട്ടേക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും കാറുകളും വണ്ടികളൊക്കെ സൂക്ഷിക്കും. ചെറിയൊരു കാര്യം കൂടി, ഞാൻ എൻ്റെ കാറ് പോവാൻ കാരണം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ തന്നെ ഒന്ന് ആലോചിച്ചായിരുന്നു, എന്തായിരിക്കും കാരണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനൊന്ന് നാട്ടിൽ പോകുമ്പോഴത്തേക്കും വണ്ടി ഇട്ടിരുന്നത് ഒരു മതിലിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഡോർസ് ഒന്നും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ കാറും പാർക്ക് ചെയ്തിട്ടുണ്ട്. അടുപ്പിച്ചാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലെ ഡോറും തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഏപ്രിൽ 2-ാം തീയതി തുടങ്ങിയിട്ട് അങ്ങനെ അത് അവിടെ കിടക്കുവാണ്. പിന്നെ എൻ്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷനാണ്. വണ്ടി 2018 വണ്ടിയാണെങ്കിലും അത് 2021 വണ്ടിയായിട്ടായിരുന്നു പെട്ടെന്ന് നോക്കുമ്പോൾ വായിക്കുക. കാരണം എൻ്റെ S321 NTO ഷിൻഡോ എന്നുള്ളതിൻ്റെ ആ ഒരു ഇതിൽ എനിക്ക് കിട്ടിയ നമ്പർ അങ്ങനെയായിരുന്നു. അപ്പം ഇത് ചിലപ്പോൾ ഒരു പക്ഷേ അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. കുറേ നാളായിട്ട് ആ വണ്ടി ഇവിടെ കിടക്കുന്നു, വേറൊരു വണ്ടി ഇവിടെ കിടക്കുന്നു, തൊട്ട് ചേർന്ന് കിടക്കുന്നു, വണ്ടി എടുക്കുന്നില്ല. അതായിരിക്കാം കാരണം എന്നുള്ളതും, പിന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉള്ളതുമായി ഇതുകൊണ്ടായിരിക്കാം എൻ്റെ കാറ് ടാർഗറ്റ് ചെയ്തതെന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അപ്പം അറ്റ്ലീസ്റ്റ് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡൗട്ട് അടിക്കുന്ന രീതിയിലൊക്കെ കാർ പാർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതും കൂടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.